എങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് ദേവസ്വം മന്ത്രിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിട്ട് പറ്റുക? പഞ്ചായത്ത് ഇപ്പോഴത്തെ അപ്പോഴത്തെ 2019 നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? അല്ല, നിങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ടോ? നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. അല്ല, നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു അല്ലെന്ന്. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. ശ്യാംരാജ്, ഇപ്പോ ഈ അന്വേഷണത്തിന് പോരായ്മയുണ്ടോ ഇല്ലയോ ചർച്ച ചെയ്യാം. ഈ അന്വേഷണം മാത്രമല്ല നടക്കുന്നത്. ഇ ഡി ഒരു ECIR എടുത്തിരുന്നു. ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മണി ട്രയൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ പുറകെ എന്താ ആരും സ്കാനർ കൊണ്ട് പോകാത്തത്? ഇത് ശരിയാണോ അല്ലയോ എന്നൊക്കെ അഭിലാഷം, ഞാൻ അതിലോട്ട് വരാൻ തീർച്ചയായിട്ടും. അതിന് മുമ്പ് നമ്മൾ കേരളം രൂപീകൃതമായ 56-ൽ 50% സാക്ഷരത ഉണ്ടായിരുന്ന മലയാളികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനം പോലും സ്വന്തം ക്രെഡിറ്റ് ആക്കി എടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, NHA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണിയുന്ന റോഡുകൾ പോലും സ്വന്തം കീശയിലാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന റിയാസ് ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അവർ പറയുന്ന വാദം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ ദേവസ്വം മന്ത്രിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ലെന്നാണ്. എന്തൊരു വാദമാണെന്ന് ആലോചിക്കുക. ആ വാദത്തിൻ്റെ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നേട്ടമുണ്ടായി എന്നൊക്കെ ഇവർ വാദിക്കുമ്പോൾ അത് മൊത്തം ചീഫ് സെക്രട്ടറിയുടെ ആണെന്ന് ഇവർ പറയും. എങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് ദേവസ്വം മന്ത്രിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ഞാൻ ഇതിനകത്ത് ഒരു സാമാന്യ യുക്തി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഇപ്പോഴത്തെ 2019 നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? അല്ല, നിങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ടോ? നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. അല്ല, നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു അല്ലെന്ന്. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അന്വേഷണം നടക്കുകയാണെന്ന്. വരുമല്ലേ? നിങ്ങൾ വരട്ടെന്ന്. നിങ്ങൾ സംരക്ഷിച്ചാലും നടക്കൂല. അതാ പറഞ്ഞോളൂ. അന്നേരം പേടിക്കരുത്. നെഞ്ചിന് വേദന അഭിനയിക്കരുത്. പേടിക്കരുത്. നെഞ്ചിന് വേദന അഭിനയിക്കരുത്. ED ആയാലും ഏറ്റവും വലിയ കള്ളത്തരം കാണിക്കുന്നത് നിങ്ങളാണ്. അത് ശരി. എന്റെ പോയിന്റ്. ഇവിടുത്തെ പ്രശ്നം അറിയോ? ഒന്ന് നോക്കൂ. സാമാന്യ യുക്തിക്ക് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? കൃത്യമായിട്ട് അന്വേഷിച്ച് അതിലെ കൊള്ളക്കാരെ മുമ്പിലോട്ട് കൊണ്ടുവച്ചിട്ട് ആ കള്ളന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കണ്ടോ ഇതാണെന്ന് പറയൂലേ? ഇവർക്കിത് പറയാൻ പറ്റാത്തെന്താ? ഈ അന്വേഷണം മുമ്പോട്ട് പോയാൽ ജയിലറുകൾക്ക് ഇവർക്ക് കിടക്കേണ്ടി വരും. കിടക്കേണ്ടി വരും. സർക്കാരായിരുന്നു. നിങ്ങൾ അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങൾക്ക് കള്ളന്മാരെയും പറ്റിയിട്ടില്ല.